ശ്ലോകം 6. ചാണൂരോ മല്ലവീര, മല്ലന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന ചാണൂരൻ. തതനു നിർഭകര മുഷ്ടികോ മുഷ്ടിശാലി, ഇടിയിൽ മിടുക്കനായിരിക്കുന്ന, മുഷ്ടി കൊണ്ടുള്ള ഇടി, അതിൽ സമർത്ഥനായിരിക്കുന്ന മുഷ്ടികൻ. ഇവർ രണ്ടുപേരും ആ കംസൻ പറഞ്ഞതനുസരിച്ച് നിർഭകില്ല, നിങ്ങൾ തുടങ്ങി. അതാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, നിങ്ങൾ തുടങ്ങി എന്ന് അവനോട് പറഞ്ഞു. ത്വാം രാമം ച അഭിവേദേ, അവർ രണ്ടുപേരും വന്നു രാമനോട് കൃഷ്ണനോട് സംസാരിച്ചു. ആദ്യം കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലേ, നിങ്ങളോട് എങ്ങനെ യുദ്ധം ചെയ്യുക? നിങ്ങൾ ചെറിയ കുട്ടികളാണോ? നിങ്ങൾ ചെയ്തായ കർമ്മങ്ങൾ ഗോവർദ്ധന പർവ്വതത്തിനെ പൊക്കി പിടിച്ചവരല്ലേ? എന്നാ നോക്കാം, ഒരു കൈ നോക്കാം. അത്രയും. ത്വാം രാമം ച അഭിഭേദേ, രാമനോടും കൃഷ്ണനോടും. അപ്പോൾ മല്ലവീരൻ ത്വാം, ഭഗവാനായ കൃഷ്ണനോട്, മുഷ്ടികൻ രാമനോട്. അതാണ് ഓർഡർ എടുത്തോളണം. ചാണൂരൻ ത്വാം കൃഷ്ണനോട്, മുഷ്ടികൻ രാമനോട്. അഭിവേദേ, നേരിട്ട് വന്ന് എതിർത്ത് ഏറ്റുമുട്ടി അടിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് അടി? ജട ജട ഇടി, ചട ചട അടി. ഇടിയാണ്, ഇടിക്കലാണല്ലോ. മിഥോ മുഷ്ടിപാദാതിരൂക്ഷം, ആ മുഷ്ടി എങ്ങനെ എന്താ പറയേണ്ടത്? പതിക്കുകയാണ്. ആ പതിക്കുന്ന വരുന്ന സംശയം മറ്റേ ശബ്ദമാണ് ജട ജട. നമ്മൾ ചട ചട എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ. അതാണ്. അതെങ്ങനെ അവരുടെ മേത്തങ്ങനെ വീണു. അത് മാത്രമാണോ? അല്ല, ഉൽപാദ, ഈ തടിയന്മാരായിരിക്കുന്ന മല്ലന്മാർ ചാടി ഭഗവാന്റെ മേത്തേക്ക് വീഴും. ഉൽപാദം, ചാടി മേത്ത് വീഴും. ആപാദനം, എന്നിട്ട് ഭഗവാനെ വീഴ്ത്തും. എന്നിട്ടോ ആകർഷണം, വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ വിവിധരണാനി, പലതരത്തിലുള്ളതായ യുദ്ധങ്ങൾ. ദ്വന്ദ്വയുദ്ധം, രണ്ടുപേര് തമ്മിലുള്ളതായ യുദ്ധം. അപ്പോൾ ചാടി വലിക്കുക, അടിക്കുക, ഇടിക്കുക മുതലായത് അങ്ങനെ നടന്നു. ചിത്രം അത്യാശ്ചര്യം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ആശ്ചര്യം ആദ്യം പറയുന്നത് ചാണൂരിൻ്റെ ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മൃത്യോ പ്രാഗേവ, മരണത്തിന് മുമ്പ് തന്നെ മല്ലപ്രഭു, ഈ ചാണൂരൻ മല്ലന്മാരിൽ ശ്രേഷ്ഠനാണ്. അയം അഗമതയം ഭൂരിശോ ബന്ധമോക്ഷൻ, അവന് പലതവണ ബന്ധവും മോക്ഷവും ഉണ്ടായി. ബന്ധം എന്താണ്? ഭഗവാൻ കെട്ടിപ്പിടിച്ചു, അവനെ മുറുക്കി പിടിച്ചു, ശ്വാസം മുട്ടിച്ചു എന്നർത്ഥം. നമ്മുടെ സാധാരണ ബന്ധം എന്നാണ്? ഈ സംസാര ബന്ധമാണ്. അവനെ സംബന്ധിച്ച് ആ ബന്ധം അവന് നന്നായിരുന്നു. ഭഗവാനല്ലേ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. പിന്നെയോ മോക്ഷം, വലിച്ചൊരകറ്. അങ്ങനെ ബന്ധമോക്ഷങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ധാരാളം തവണ അവന് അനുഭവിക്കാൻ സാധിച്ചു. മുഷ്ടി പ്രയോഗത്തിൻ്റെ ഇതാണ്. ദ്വന്ദ്വയുദ്ധത്തിൽ സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ നിയമപ്രകാരമാണോ അവർ ചെയ്യണമെന്ന് അറിയില്ല, ആവാൻ വഴിയില്ല. മല്ലന്മാർ കുട്ടികളെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള ഉദ്ദേശമാണല്ലോ. എന്തായാലും കൃഷ്ണൻ്റെയും രാമൻ്റെയും അടുത്ത് അവർക്കത് സാധിച്ചില്ല. വിവിധ രണാനി അസതാം, പലതരത്തിലുള്ള യുദ്ധങ്ങൾ, മല്ലയുദ്ധങ്ങൾ അവർ നടത്തി. ചിത്രം, ആശ്ചര്യം എന്ന് പറയാനേ ഉള്ളൂ. ഈ ചാണൂരിനെ സംബന്ധിച്ച് അവൻ മരണത്തിന് മുമ്പ് തന്നെ, മൃത്യോഹോ പ്രാഗേവ, അവൻ മല്ലപ്രഭുരകമതയം ഭൂരിശോ ബന്ധമോക്ഷൻ, ഭഗവാൻ അവനെ പിടിച്ച് തൻ്റെ കൂടെ അങ്ങനെ എടുത്ത് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. പിന്നെയോ ചിലപ്പോൾ വലിച്ചെറിഞ്ഞ് മോക്ഷം കൊടുത്തു. ഇതെല്ലാം മരണത്തിന് മുമ്പ് തന്നെ സംഭവിച്ചു. ശ്ലോകം 7. ഹാദി കഷ്ടം, ആൾക്കാർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ,
ഇതെന്തൊരു ക്രൂരകൃത്യമാണ്, കഷ്ടം, ക്രൂരകൃത്യമാണ്. കുമാരവും സുലളിത വപുഷവും, കുട്ടികൾ, എന്ത് ചെറിയ കുട്ടികൾ, വളരെ മനോഹരന്മാരായവർ, ഉണ്ണിത്തണ്ട് പോലെ വലിയ ശക്തിയില്ലാത്ത ആൾക്കാർ, മല്ലവീരവും കഠോരവും, ഈ മല്ലന്മാർ, ഒരു പർവ്വതം പോലെയുള്ള ശരീരമുള്ളവർ. നദ്രക്ഷ്യാമോ, നമ്മൾ കാണില്ല, ഇത് കാണാൻ പാടില്ല. നദ്രക്ഷ്യാമോ പ്രജാമസ്ത്വരിതം, പോവുക, നമുക്ക് ഇവിടുന്ന് പോവുക എന്ന് നല്ല ആൾക്കാർ, ശിഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ പറയാൻ തുടങ്ങി. ജനേ ഭാഷ്യമാണ്, ജനങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ കേട്ടു. അവർ പോയാൽ മോശമല്ലേ, അവർ കാണണ്ടേ, മല്ലയുദ്ധത്തിൻ്റെ അവസാനം അവർ കാണണ്ടേ. അതുകൊണ്ട് ഭഗവാൻ തന്നെ ചാണൂരം താം കരോത്ഭ്രാമണ വികളതസും, ആ ചാണൂരിനെ കൈകൊണ്ടങ്ങോട്ട് പിടിച്ച് ഒരൊറ്റ ചുഴറ്റലാണ്, ഇങ്ങനെ കരോത്ഭ്രാമണ വികള അസും, എന്നിട്ട് നിലത്തൊരടിയാണ്. ബോധയാമാസ്ഥിത പൂർവിയാം, ആദ്യം ചുറ്റിയതുകൊണ്ട് തന്നെ അവൻ മരിച്ചിട്ടുണ്ടാവും. നിലത്തൊരു അടിയും കൊടുത്തു. കൃഷ്ണൻ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ബലരാമൻ. അപ്പോൾ കൃഷ്ണൻ ചാണൂരിനെ കൊന്നുവോ, ബലരാമനും മറ്റവനെ കൊല്ലുകയാണ്, മുഷ്ടികൻ. പിഷ്ടോഭുൻ മുഷ്ടികോപി, ആ മുഷ്ടികനും പൊടിയാക്കപ്പെട്ടു, പിഷ്ടം പൊടിയാക്കപ്പെട്ടു. ദ്രുതമതഹലിന, ആ ബലരാമൻ. പക്ഷേ കൃഷ്ണൻ എന്താ ചെയ്യണത് നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നഷ്ടശിഷ്ടേർദധാവേ, അത് കഴിഞ്ഞ് വേറെയും 2-3 പേരുണ്ട്, കൂടൻ, തോസലൻ, അങ്ങനെ 3-4 പേരുണ്ട്. അവരൊക്കെ കൊന്നു, ബാക്കിയുള്ളവർ ഓടിപ്പോയി. ഇതാണ് ജീവനും കൊണ്ട് അവർ ഓടി, അതാണ് നഷ്ടശിഷ്ടൈർ ദധാവേ. അപ്പോൾ വലുതായിട്ടുള്ളതായ ഒരു അധർമ്മമാണ് ഇവിടെ ഉണ്ടായത്. മല്ലയുദ്ധമാവാം, പക്ഷെ തുല്യന്മാർ തമ്മിലായിരിക്കണം. ഇവിടെ തുല്യന്മാരില്ല. ഈ 2 കുട്ടികളും ചെറിയ കുട്ടികൾ, 11-12 വയസ്സിൻ്റെ അടുത്തുള്ള കുട്ടികളാണ്. മറ്റേ ഒരു വലിയത് ശരീരവും വലുതാണവരുടെ. അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അധർമ്മമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ആൾക്കാർ പറയാൻ തുടങ്ങി, ഇത് അധർമ്മമാണ് ഇവിടെ നിൽക്കുന്നത്. ഈ അധർമ്മത്തിനെ നമ്മൾ കണ്ടാൽ, മനുസ്മൃതിയിൽ പറയുന്നു, ഈ അധർമ്മത്തിനെ നമ്മൾ കണ്ടാൽ ആ അധർമ്മം നമ്മളെ ബാധിക്കും. അതാണ്, എവിടെ അധർമ്മം നടക്കണോ അവിടെ നമ്മൾ നിൽക്കാൻ പാടില്ല. നിന്നാൽ ആ അധർമ്മത്തിന് നമ്മൾ കൂട്ടുനിന്നു എന്നർത്ഥം ആണ്. അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറയുകയാണ്. അപ്പോഴേ നമുക്ക് ധർമ്മത്തിനെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മനുസ്മൃതിയിലുള്ള ഒരു ശ്ലോകമാണിത്. ധർമ്മയേവ ഹതോ ഗന്തി, ധർമ്മം, ആര് ധർമ്മം അനുഷ്ഠിക്കുന്നുവോ അത് കൊല്ലപ്പെട്ടാൽ ആ ധർമ്മം നമ്മളെ കൊല്ലും. ധർമ്മം ഹനിക്കപ്പെട്ടാൽ അത് നമ്മളെ നശിപ്പിക്കും. ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തിനെ രക്ഷിച്ചാൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കും. അതാണ്. അപ്പോൾ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവരെല്ലാവരും ഈ അധർമ്മം കാണില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞത്. അത് മനസ്സിലാക്കിയിട്ടാണ് കൃഷ്ണൻ ഉടനെ ചാണൂരിനെയും ബലരാമൻ മുഷ്ടികനെയും കൊന്നത്. അപ്പോൾ അവരത് കാണാൻ സാധിച്ചു അവർക്ക്.